കേരളത്തെ കലാപഭൂമിയാക്കാൻ യൂത്ത് കോൺഗ്രസിനും KSUവിനും പിന്തുണ നൽകിയ കോൺഗ്രസ് പോലീസുകാരെ ആക്രമിക്കുകയും നവകേരള സദസ്സിന്റെ പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തു. CPIM CITI ഓഫീസുകൾക്ക് നേരെയും അക്രമമുണ്ടായി. സംസ്ഥാന വ്യാപകമായി നടന്ന യൂത്ത് കോൺഗ്രസ് അതിക്രമം സംഘർഷമല്ല കടന്നാക്രമണമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. നാട്ടിലെ സമാധാനം നശിപ്പിക്കാനാണ് ശ്രമമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. നിങ്ങൾ കടന്നാക്രമിക്കുകയാണ്. ശരിക്ക് ചില പത്രം അതിനെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടിൻ്റെ രൂപമാണത് ആ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്ക് ഈ ഭരണകൂടത്തെയും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന എല്ലാറ്റിൽ നിന്നും മോചിതമായ ഒരവസ്ഥയിലാണ് ഞാനുള്ളത് എന്നതിൻ്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. അത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പോൾ KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ്. ഈ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. അത് ഞങ്ങളുടെ തീരുമാനമാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഹങ്കാരിയായ നേതാവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഈവൻ രമേശ് ചെന്നിത്തല ആയിരുന്നപ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു അനാദരവ് ഒരു സമുദായത്തോടും കാണിച്ചിട്ടില്ല. പക്ഷേ സതീശനെ പോലെ ഒരു അഹങ്കാരിയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നാട് എല്ലാവരും ചേർന്ന ഒരു നാടാണ്. എല്ലാ ആവശ്യവും നേടിയെടുത്തതിന് ശേഷം വോട്ട് കിട്ടാനുള്ള എല്ലാ നാണം കെട്ട പണിയും എടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിറങ്ങുന്നവനല്ല എന്ന് പറയുന്ന VD സതീശൻ്റെ വാക്കുകൾക്ക് ആരാണ് കേരളത്തിൽ മറുപടി കൊടുക്കുന്നത്? സംസ്ഥാനത്തെ ക്രമസമാധാന നില പരിപാലിക്കാൻ ചുമതലയുള്ള മുഖ്യമന്ത്രി അക്രമങ്ങൾക്ക് പ്രേരണ നൽകുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ യാത്ര ആരംഭിച്ചപ്പോൾ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയെന്നും അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്നും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ അക്രമങ്ങൾ നടത്താൻ SFIക്കാർക്കും DYFIക്കാർക്കും പ്രോത്സാഹനമുണ്ടായത്. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില പാലിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി തന്നെ അക്രമങ്ങൾക്ക് പ്രേരണ നൽകുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്തത് അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും അക്രമ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.